അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ദിവസവും നമ്മുടെ വീട്ടിൽ പതിവാക്കേണ്ടുന്ന സൂറത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ടുന്ന ആയത്തുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആദ്യമായി ആയത്തുൽ കുർസി. വളരെ ഉത്തമമായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അൽ ബഖറ സൂറത്തിൽപ്പെട്ട ഒരു ആയത്താണിത്. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശനത്തിനുള്ള തടസ്സം മരണം മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. എങ്കിൽ രണ്ടു നിസ്കാരങ്ങൾക്കിടയിലുള്ള ദോഷങ്ങൾ എഴുതപ്പെടില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ മടങ്ങുന്നത് വരെ നാം അള്ളാഹുവിൻ്റെ കാവലിലാണ്. രണ്ടാമതായിട്ട് ആമന റസൂലു. അൽ ബഖറ സൂറത്തിൽപ്പെട്ട ആയത്തുകൾ തന്നെയാണ് ഇത്. അവസാന ഭാഗത്ത് വരുന്ന ആയത്തുകളാണ്. അൽ ബഖറ സൂറത്തിലെ ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആയത്ത് ഏറെ പവിത്രതയുള്ള ആയത്തുകളിൽപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ബഖറ സൂറത്ത് അവസാനിക്കുന്നത് അർഷിൻ്റെ താഴ്ഭാഗത്തെ നിധിയിൽ നിന്ന് എനിക്ക് കിട്ടിയ മഹത്തായ 2 ആയത്തുകൾ കൊണ്ടാണ്. നിങ്ങൾ അത് പഠിക്കുകയും സ്ത്രീകൾക്കും കുട്ടികൾക്കും പഠിപ്പിക്കുകയും ചെയ്യുക. ഇശാ നിസ്കാരാനന്തരം ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നത് രാത്രി നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് അത് മതിയാകുന്നതാണെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ മൂന്നാമതായി പറയപ്പെടുന്ന ആയത്ത് ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്താണ്. സൂറത്തുൽ ഹശറിലെ അവസാന ഭാഗത്തുള്ള ഈ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്തിന് ഏറെ പവിത്രതയുണ്ട്. ഈ ആയത്ത് മുതൽ സൂറത്തിൻ്റെ അവസാനം വരെ ദിനേന രാവിലെയും വൈകുന്നേരവും ഒരാൾ ഓതിയാൽ അവന് വേണ്ടി മലക്കുകളും സർവ്വചരാചരങ്ങളും പൊറുക്കൽ തേടും. ഈ ആയത്തുകൾ ഓതിയ രാത്രിയോ പകലോ അവൻ മരണപ്പെടുകയാണെങ്കിൽ രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട്.